ചരിത്രം എഴുതുന്നവരുടെയും എഴുതിക്കുന്നവരുടെയും ആശയപ്രചരണത്തിനും രാഷ്ട്രീയ അജണ്ടകൾ നടപ്പാക്കുന്നതിനുമായി ചെത്തിമിനുക്കിയ ആയുധങ്ങളാണ് പല ചരിത്ര സംഭവങ്ങളും ചരിത്ര പുരുഷന്മാരും. പല ചരിത്ര പുരുഷന്മാരും ഒരു വിഭാഗത്തിന് നായകനായപ്പോൾ മറ്റൊരു വിഭാഗത്തിന് വില്ലനായി. അതിൽ പ്രബലമായ വിഭാഗത്തിന് അനുകൂലമായി ചരിത്രങ്ങൾ രചിക്കപ്പെട്ടു. അവരുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്കനുസരിച്ച് പല ചരിത്ര വ്യക്തിത്വങ്ങളുടെയും അവരുടെ ക്രൂരതയുടെയും സ്വാർത്ഥതയുടെയും മുഖങ്ങൾ ഒളിപ്പിച്ചു വെച്ച് അറിയിക്കുന്നതിന് മുകളിൽ മഹത്വവൽക്കരിക്കപ്പെട്ടു. പലരെയും മറവിയുടെ ചവിറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിഞ്ഞു. മറ്റു ചിലരെ വില്ലനായും അവരോധിച്ചു. കേരളത്തിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ മറച്ചുവെക്കലുകളും ഒഴിവാക്കലുകളും അവഗണനകളും മഹത്വവൽക്കരിക്കലുകളും കാണാൻ സാധിക്കും. ചരിത്രകഥകളിൽ ആഘോഷിക്കപ്പെട്ട മറ്റൊരു നായകൻ്റെ ചരിത്രം നമുക്കൊന്ന് ചികഞ്ഞു നോക്കാം. ദക്ഷിണ കേരളത്തിലെ സാമ്രാജ്യത്വ വിരുദ്ധ സമരങ്ങളുടെ ചരിത്രത്തിൽ തിളങ്ങി നിൽക്കുന്ന ഏടാണ് വേലുത്തമ്പി ദളവയുടെ കഥ. കേരള ചരിത്രത്തിലെ ധീരന്മാരിൽ ധീരനായ ആത്മാഭിമാനമുള്ള ഉജ്ജ്വല വ്യക്തിത്വം തന്നെയാണ് വേലുത്തമ്പി. എന്നാൽ അദ്ദേഹത്തിന് മറ്റൊരു മുഖം കൂടി ഉണ്ടായിരുന്നു. പല ചരിത്രകാരന്മാരും 7 വർഷത്തെ അദ്ദേഹത്തിൻ്റെ ഭരണകാലം തിരുവിതാംകൂർ ചരിത്രത്തിലെ ഏറ്റവും സുവർണ കാലഘട്ടമായി ചിത്രീകരിക്കുന്നുണ്ട്. തമ്പി രാജ്യത്തൊട്ടാകെ കണ്ടെഴുത്തു നടത്തുകയും തലയോലപ്പറമ്പിലും ചങ്ങനാശ്ശേരിയിലും ചന്തകൾ സ്ഥാപിക്കുകയും ചെയ്തു. കൊല്ലം, ആലപ്പുഴ എന്നിവിടങ്ങളിൽ പട്ടണം വികസിപ്പിച്ചെടുത്തതും തമ്പിയാണെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. ദിവാൻ എന്ന നിലയിൽ തമ്പിയുടെ പല നടപടികളും ക്രൂരവും ആധുനിക സാമൂഹ്യ വ്യവസ്ഥയ്ക്ക് നിരക്കാത്തവയുമായിരുന്നു. മൂക്കും ചെവിയും മുറിക്കുന്നതടക്കമുള്ള ഹീനമായ ശിക്ഷാരീതികൾ അദ്ദേഹം നടപ്പിലാക്കി. ന്യൂനപക്ഷ വിരുദ്ധമായിരുന്നു അദ്ദേഹത്തിൻ്റെ പല നടപടികളും. തിരുവിതാംകൂർ സൈന്യത്തിൽ നിന്ന് താഴ്ന്ന ജാതിക്കാരെ എല്ലാവരെയും പിരിച്ചുവിട്ടു എന്നും പറയപ്പെടുന്നു. താഴ്ന്ന ജാതിക്കാർക്കെതിരെ പല ക്രൂരതകളും അരങ്ങേറി. അതിൽ പ്രധാനമായിരുന്നു വൈക്കം ക്ഷേത്രം പണ്ടൊരു ബുദ്ധക്ഷേത്രമായിരുന്നു എന്നാണ് കരുതപ്പെടുന്നത്. കേരളത്തിലെ ഈഴവ സമുദായം ഒരു കാലത്ത് ബുദ്ധമതക്കാരായിരുന്നു എന്ന് വിശ്വസിക്കുന്ന ചരിത്രകാരന്മാരുമുണ്ട്. തങ്ങളുടെ ആരാധനാലയം സവർണ ഹിന്ദുക്കൾ പിടിച്ചെടുക്കുകയായിരുന്നെന്ന് അവർ വിശ്വസിച്ചിരുന്നു. വൈക്കത്തെ പ്രബുദ്ധധീരരായ അവർണർ തങ്ങളുടെ ആരാധനാ സ്വാതന്ത്ര്യവും സഞ്ചാര സ്വാതന്ത്ര്യവും മനുഷ്യാവകാശങ്ങളും തിരിച്ചുപിടിക്കാനായി അഹിംസയിലൂന്നി തന്നെ ഒരു പൊതുസമരം നടത്തി. വൈക്കം വടക്കു കിഴക്കു ഭാഗത്തുള്ള ഈഴവ യുവാക്കൾ ഒന്നുചേർന്ന് ഒരു പരസ്യ പ്രഖ്യാപനം നടത്തി. തങ്ങളുടേതായ ആരാധനാലയത്തിലേക്ക് ആരാധനയ്ക്കായി ഒരു ദിവസം അവർ ഒരുമിച്ച് പോകുന്നു എന്നതായിരുന്നു ഈ പരസ്യ പ്രഖ്യാപനം. അധികം താമസിയാതെ ഈ വാർത്ത തിരുവിതാംകൂർ തലസ്ഥാനത്തുമെത്തി. വൈക്കം പപ്പനാഭ പിള്ള അത് വേലുത്തമ്പിയുടെ ചെവിയിലും എത്തിച്ചു. ഈഴവ യുവാക്കളെ ഒരു പാഠം പഠിപ്പിക്കുവാനായി നിശ്ചിതമായ ഉത്തരവ് തന്നെ വേലുത്തമ്പി വൈക്കം പപ്പനാഭ പിള്ളയ്ക്ക് കൊടുക്കുകയുണ്ടായി. പപ്പനാഭ പിള്ള ഒരു കുതിരപ്പടയുമായി സമരക്കാരെ നേരിടാൻ പുറപ്പെട്ടു. 1806 മുൻകൂട്ടി പ്രഖ്യാപിച്ച ദിവസത്തിൽ അമ്പലത്തിന് കിഴക്കുവശത്ത് ഒത്തുചേർന്ന ഈഴവ യുവാക്കൾ കിഴക്കേ നടയിലേക്ക് നടന്നു വന്നു. തങ്ങളുടെ കാവിലേക്ക് ആരാധനക്കായി പ്രവേശിക്കുവാൻ വേണ്ടിയാണ് അവർ വന്നത്. തികച്ചും ന്യായവും മനുഷ്യാവകാശപരവുമായ ഈ പൊതുസമരത്തിൽ അണിചേർന്ന എല്ലാ ഈഴവ യുവാക്കളെയും വൈക്കം പപ്പനാഭ പിള്ളയുടെ നേതൃത്വത്തിലുള്ള കുതിരപ്പട വൈക്കം കിഴക്കേ നടയിലിട്ട് നിഷ്കരുണം തള്ളി അരുംകൊല ചെയ്തു. പ്രതീക്ഷിതമായ ഈ അരുംകൊലയിൽ വെട്ടുകൊണ്ടോടിയവരെ കുതിരപ്പക്കിയും ഇതര പടനായകന്മാരും പുറകെ പോയി വെട്ടിവീഴ്ത്തിയെന്നാണ് പറയപ്പെടുന്നത്. അന്ന് ക്ഷേത്രത്തിൽ വന്നവരെ മാത്രമല്ല
വീടുകളിൽ ഉണ്ടായിരുന്നവരെ കൂടി സൈന്യം വേട്ടയാടി വിട്ടുകൊണ്ട് മരിച്ച മുഴുവൻ അവർണ ഇരകളുടെയും ശവശരീരങ്ങൾ വലിച്ചു കൊണ്ടുപോയി തൊട്ടടുത്തുള്ള കുളത്തിൽ ചവിട്ടിയമർത്തി. വേലുത്തമ്പി ദളവ നേരിട്ട് വന്നു നിന്നാണ് അവരുടെ ശവശരീരങ്ങൾ ആ കുളത്തിൽ ഇട്ട് മൂടിച്ചതെന്നും അതുകൊണ്ടാണ് അതിന് ദളവാക്കുളം എന്ന് പേരുണ്ടായതെന്ന് പറയപ്പെടുന്നു. വൈക്കത്തെ ദളവാക്കുളം എന്നറിയപ്പെടുന്ന സ്ഥലം ഇന്നൊരു ബസ് സ്റ്റാൻഡാണ്. ഇന്ന് അവിടെ ഒരു കുളം പോലും അവശേഷിക്കുന്നില്ല. അധികാരവർഗവും അവരുടെ പിണിയാളുകളും മനഃപൂർവ്വം തമസ്കരിച്ച ഉജ്ജ്വല സമരത്തിൻ്റെ പ്രതീകമാണ് ഇത്. കേരളത്തിലെ പിന്നോക്ക സമുദായങ്ങളുടെ ചെറുത്തുനിൽപ്പിൻ്റെ ആദ്യ അധ്യായമാണ് ദളവാക്കുളം സംഭവം. ക്ഷേത്രപ്രവേശന സമരങ്ങളുടെ ജാലിയൻ വാലാബാഗ് എന്നാണ് മുൻ രാഷ്ട്രപതി KR നാരായണൻ ഈ സംഭവത്തെ വിശേഷിപ്പിച്ചത്. രോമാഞ്ചമുളവാക്കിയ വീരചരിതമാണിതെന്നും അഭിമാനികളായ ആ അപൂർവ ചിന്തകരുടെ അസ്ഥികൾ ഈ കുളത്തിൽ നിന്നും തോണ്ടിയെടുത്ത് പൂജിക്കാൻ മാത്രം അവർ പുണ്യം ചെയ്തവരാണെന്നും കുമാരനാശാൻ പറയുകയുണ്ടായി. ഇംഗ്ലീഷുകാർക്കെതിരെ പോരാടിയതുകൊണ്ട് ആ പോരാട്ടങ്ങളെ ഉയർത്തിക്കാണിച്ച് അദ്ദേഹത്തെ ഇതിഹാസ പുരുഷനായി ചിത്രീകരിച്ചിരിക്കുന്നു. 1809 ജനുവരി 11 പുറപ്പെടുവിച്ച ചരിത്രപ്രസിദ്ധമായ കുണ്ടറ വിളംബരത്തിലൂടെ ബ്രിട്ടീഷുകാർക്കെതിരായ സമരത്തിന് പങ്കുചേരാൻ നാട്ടുകാരായ പടയാളികളോട് തമ്പി ആവശ്യപ്പെടുകയുണ്ടായി. ഏത് സമരത്തിനും സമരസഖാക്കളെ ഉത്തേജിപ്പിക്കാൻ ഇതിഹാസ നായകരെയും രക്തസാക്ഷികളെയും ആവശ്യമുണ്ട്. ഇംഗ്ലീഷ് വിരുദ്ധത വാർത്തെടുക്കാനും സ്വാതന്ത്ര്യ സമരത്തിന് വീര്യം പകരാനും വെള്ളക്കാരോട് ജീവിതാവസാനം വരെ പൊരുതി അവർക്ക് കീഴടങ്ങാതെ ആത്മഹത്യ ചെയ്ത വേലുത്തമ്പി ദളവയേക്കാൾ നല്ല രക്തസാക്ഷി ദക്ഷിണ കേരളത്തിൽ കിട്ടാനുണ്ടായിരുന്നില്ല എന്നതാണ് വാസ്തവം.